നമസ്തേ. നീറ്റ് യുജി ചോദ്യപേപ്പർ ചോർച്ച വിവാദത്തിന് പിന്നാലെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുകയാണ്. രാജ്യവ്യാപക പ്രതിഷേധങ്ങൾക്കും വിദ്യാർത്ഥികളുടെ ആശങ്കകൾക്കും പിന്നാലെയാണ് ഈ തീരുമാനം. എന്നാൽ രാജിക്ക് പിന്നാലെ അദ്ദേഹം പങ്കുവച്ച കത്താണ് ഇപ്പോൾ കൂടുതൽ ചർച്ചയാകുന്നത്. ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന രാഷ്ട്രീയ സംസ്കാരത്തിന്റെ ഉദാഹരണമാണിതെന്ന് ചിലർ വിലയിരുത്തുമ്പോൾ മറ്റു ചിലർ വ്യത്യസ്ത അഭിപ്രായങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. ഇതിനിടെ ജിതിൻ കൃഷ്ണ എന്ന വ്യക്തി ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പും ശ്രദ്ധ നേടുകയാണ്. ധർമ്മേന്ദ്ര പ്രധാൻ തന്റെ രാജിക്കത്തിൽ പറയുന്നത് വളരെ വ്യക്തമാണ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച പുറത്തുവന്ന ആദ്യ ദിവസം മുതൽ തന്നെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത്. പരീക്ഷാ മാഫിയയുടെ പേരിൽ ഒരു മിടുക്കനായ വിദ്യാർത്ഥിയുടെയും ഭാവി നഷ്ടപ്പെടാൻ അനുവദിക്കില്ലെന്നും ഒരു വിദ്യാർത്ഥിയോടും അനീതി സംഭവിക്കരുതെന്നുമാണ് തന്റെ നിലപാടെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. പരീക്ഷ റദ്ദാക്കുകയും അന്വേഷണം CBIക്ക് കൈമാറുകയും ഏറ്റവും വേഗത്തിൽ പുനഃപരീക്ഷ നടത്തി ഫലം പ്രഖ്യാപിക്കുകയും ചെയ്തത് വിദ്യാർത്ഥികളുടെ ഭാവി സംരക്ഷിക്കാനായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു. അതേസമയം ജന്തർ മന്ദറിലെയും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെയും പ്രതിഷേധങ്ങളെ രാജ്യവിരുദ്ധ ശക്തികൾ മുതലെടുക്കാൻ പാടില്ലെന്നും വിദ്യാർത്ഥികൾ നിയമപരമായ സങ്കീർണതകളിൽ അകപ്പെടാതെ പഠനത്തിലും കരിയറിലും ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും ചൂണ്ടിക്കാട്ടിയാണ് പ്രധാനമന്ത്രിക്ക് രാജിക്കത്ത് നൽകിയതെന്നും ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കുന്നുണ്ട്. ഇതിനിടെയാണ് ജിതിൻ എന്ന വ്യക്തിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് ശ്രദ്ധ നേടുന്നത്. ആ ഫേസ്ബുക്ക് കുറിപ്പ് നമുക്കൊന്ന് വായിക്കാം. ധർമ്മേന്ദ്ര പ്രധാൻ ചോദ്യപേപ്പർ ചോർച്ചയിൽ നേരിട്ട് പങ്കാളിയാണെന്ന് ആരും ആരോപിക്കുന്നില്ലെന്നും എന്നാൽ ഒരു മന്ത്രി എന്ന നിലയിൽ ഭരണപരമായ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നായിരുന്നു പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യമെന്നും അദ്ദേഹം കുറിക്കുന്നു. രാജിവാർത്ത കേട്ടപ്പോൾ ആദ്യം നിരാശ തോന്നിയെന്നും എന്നാൽ രാജിക്കത്ത് വായിച്ച ശേഷം ജനാധിപത്യത്തിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന രാഷ്ട്രീയത്തിന്റെ സൗന്ദര്യം മനസ്സിലായെന്നും ജിതിൻ അഭിപ്രായപ്പെടുന്നു. കേരളത്തിലെ വിവിധ അഴിമതി ആരോപണങ്ങളും പ്രതിഷേധങ്ങളും ചൂണ്ടിക്കാട്ടി അത്തരം സാഹചര്യങ്ങളിൽ സമാനമായ രാഷ്ട്രീയ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കുന്ന സംസ്കാരം അപൂർവമാണെന്നും അദ്ദേഹം താരതമ്യം ചെയ്യുന്നു. ആ ഫേസ്ബുക്ക് കുറിപ്പ് നമുക്ക് പൂർണ്ണമായി വായിക്കാം. ചോദ്യപേപ്പർ ചോർന്ന ആദ്യ ദിവസം മുതൽ ഇതിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നതായി പ്രഖ്യാപിച്ചതാണ്. പരീക്ഷാ മാഫിയ കാരണം മിടുക്കനായ ഒരു വിദ്യാർത്ഥിയുടെയും ഭാവി നശിക്കാൻ അനുവദിക്കില്ലെന്നും ഒരു വിദ്യാർത്ഥിയോടും അനീതി കാട്ടില്ലെന്നും ഞാൻ അന്ന് തന്നെ ഉറപ്പിച്ചിരുന്നു. അതോടൊപ്പം ഏറ്റവും വേഗത്തിൽ കുറ്റമറ്റ രീതിയിൽ പരീക്ഷ വീണ്ടും നടത്തി ഫലം പ്രഖ്യാപിക്കുക എന്നതായിരുന്നു മുന്നിലുള്ള ഒരേ ഒരു ലക്ഷ്യം. ജൂലൈ 16 പ്രഖ്യാപിച്ച നീറ്റ് യുജി പരീക്ഷാഫലം തൃപ്തികരമായിരുന്നു. നമ്മുടെ ജനാധിപത്യത്തിന്റെ ശക്തിയിൽ എപ്പോഴും അചഞ്ചലമായ വിശ്വാസമുള്ള വ്യക്തിയാണ് ഞാൻ. യുവാക്കളുടെ പ്രതീക്ഷകളെയും സ്വപ്നങ്ങളെയും ആവശ്യങ്ങളെയും ഞാൻ ഏറെ ബഹുമാനിക്കുന്നു. രാജ്യത്തെ യുവശക്തിയെ തെറ്റിദ്ധാരണയുടെ ചതിക്കുഴിയിൽ വീഴാൻ അനുവദിക്കില്ല എന്നതാണ് എന്റെ നിശ്ചയം. ജന്തർ മന്ദറിലും രാജ്യത്തുടനീളവും ഉണ്ടായ സാഹചര്യവും രാജ്യവിരുദ്ധ ശക്തികൾ മുതലെടുക്കരുത്. ഭാരതത്തിലെ ഒരു വിദ്യാർത്ഥിയുടെയും ഭാവി ഇത് കാരണം ഉണ്ടാവുന്ന നിയമപരമായ സങ്കീർണതകളിൽ കുടുങ്ങരുത്. നമ്മുടെ കുട്ടികൾ അവരുടെ സമയം പഠനത്തിലും കരിയർ കെട്ടിപ്പടുക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നീ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഞാൻ എന്റെ രാജി ആദരണീയനായ പ്രധാനമന്ത്രിക്ക് അയച്ചു നൽകിയിരിക്കുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ നൽകിയ രാജിക്കത്തിലെ വരികളാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. അദ്ദേഹം ഈ കുറ്റകൃത്യത്തിൽ ഭാഗമല്ല എന്ന് സമരക്കാർക്കും ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം. ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്ന് മാത്രമായിരുന്നു സമരക്കാരുടെ ആവശ്യം. അദ്ദേഹം അത് ഏറ്റെടുത്തിരിക്കുന്നു. സത്യം പറയാലോ, രാജിവാർത്ത വന്നപ്പോൾ കടുത്ത നിരാശ തോന്നിയിരുന്നു. ഇതിനായിരുന്നു ഇത്രയും ദിവസം സംവദിച്ചത് എന്ന് തോന്നിപ്പോയി. പക്ഷേ അദ്ദേഹം നൽകിയ കത്ത് വായിച്ചപ്പോൾ ജനാധിപത്യ രാജ്യത്ത് ഇതിൽ പരം സൗന്ദര്യം മറ്റേതാണ് എന്ന് മനസ്സിലായി. യു ഡിസർവ് ഓൾ അവർ റെസ്പെക്ട് സർ. നമുക്ക് ചുറ്റും എത്രയെത്ര വീഴ്ചകളും അഴിമതികളും കാണുന്നുണ്ട്, എത്രയെത്ര പ്രതിഷേധങ്ങൾ. പിണറായി വിജയനെതിരെ എന്തൊക്കെ ആരോപണവും പ്രതിഷേധവും നടന്നിരുന്നു എന്ന് നമുക്കറിയാം. എന്നെങ്കിലും ഇതേപോലെ ജനാധിപത്യ മര്യാദ അവർ കാണിച്ചതായി കണ്ടിട്ടുണ്ടോ? എൻ്റെ അറിവിൽ ഇല്ല. ഇനി BJPയുടെ ഊഴമാണ് വരാൻ പോകുന്നത്. BJP ഒരു മാതൃക രാജ്യത്തിന് മുന്നിൽ വെച്ചിട്ടുണ്ട്. അക്കൗണ്ടബിലിറ്റി എല്ലാ വിഷയത്തിലും എല്ലാ സംസ്ഥാനത്തും BJP ആവശ്യപ്പെടണം. അതാണ് ജനാധിപത്യം. എന്തായാലും സമര വിദ്യാർത്ഥികൾക്ക് അഭിനന്ദനങ്ങൾ. അഭിജിത്ത് എന്ന പുതിയ ദേശീയ നേതാവിനും അഭിനന്ദനങ്ങൾ. ഈവൻ ദോ യു ആർ ഇൻ ദ ഓപ്പോസിഷൻ, യു ഹാവ് ഡൺ എ വണ്ടർഫുൾ ജോബ്. കൺഗ്രാറ്റ്സ്. എല്ലാ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരും അംഗീകരിക്കുന്ന ഒരു നേതാവ് ഉയർന്നു വരിക എന്നത് രാഹുൽ ഗാന്ധി എന്ന നേതാവിന്റെ രാഷ്ട്രീയ ചരമം കൂടെയാണ് എന്നതാണ് ഇതിലെ ഐറണി എന്നതുകൂടെ ഇതിനൊപ്പം ചേർത്ത് വായിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെയാണ് ആ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിക്കുന്നത്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉത്തരവാദിത്വത്തിന്റെ മാതൃകയാണോ അതോ രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ ഫലമാണോ? ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വരും ദിവസങ്ങളിലും തുടരുമെന്നത് ഉറപ്പാണ്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഒരു മന്ത്രി ഇത്തരമൊരു സാഹചര്യത്തിൽ രാജിവെക്കുന്നത് ജനാധിപത്യ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നമ്മുടെ തത്തുമൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.
HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.